പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 6-ാം മാസത്തിന്റെ 8ാമത്തെ പ്രഭാതത്തിലും ഈ മാസത്തിന്റെ 2ാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിലും സർവശക്തനായ ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തു നിന്നും വിടുവിക്കുന്ന നല്ല കർത്താവ് ഈ പ്രഭാതം വിശുദ്ധിയോടെ വേർപാടോടെ ആമേൻ വിശ്വസ്തയോടുകൂടെ കർത്താവിന് ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ആരാധിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ ആമേൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഒപ്പം പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവത്തിനെ നമുക്കെടുത്തു ചൊല്ലാം. 64-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ, ശത്രുഭയത്തിൽ നിന്നും എൻ്റെ ജീവനെ പാലിക്കണമേ. പാപഫലമായി ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ട നാൾ മുതൽ മനുഷ്യവർഗം വളരെ ഭയത്തോടുകൂടെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഓരോരുത്തരുടെയും ഭയത്തിന് വ്യത്യസ്ത കാരണങ്ങളുണ്ടാകാം. നിരവധി ഭയഹേതുക്കൾ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ ഭീഷണിയിലും ശത്രു ഭയത്തിലും ജീവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും അനവധിയുണ്ട്. യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന നാൾ വരുന്നത് വരെയും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയില്ല എന്ന് മാത്രമല്ല, അതുവരെയും അനുനിമിഷവും ഇത് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള ശത്രുവിൻ്റെ ഭീഷണിയിലും ശത്രു ഭയത്തിലും കഴിയുന്ന ദൈവമക്കളോട് കൂടെ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നും ശത്രുവിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി, ഈ ലോകത്തിൽ നാം തനിയെ അല്ലെന്നും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നും അറിഞ്ഞിരിക്കണം. തൻ്റെ ജനത്തോടുകൂടെ ദൈവം ഇരിക്കുമെന്ന് അനേക പ്രാവശ്യം ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ആകയാൽ നാം ഏതു സാഹചര്യങ്ങളിൽ കൂടെ പോയാലും, അത് ഏത് ഭീഷണിയായാലും, ക്ഷീണമായാലും രോഗമായാലും, മിത്രങ്ങൾ ത്യജിക്കുന്നതായാലും, ശത്രു ഭയപ്പെടുത്തുന്നതായാലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നറിയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബലവും ധൈര്യവുമാണ്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ അറിയുന്നതും അതിൽ ആശ്രയിക്കുന്നതും പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിന് ഇടയാകും. ശത്രു ഭയത്തിൽ നിന്നും തൻ്റെ ജനത്തെ ദൈവം വിടുവിച്ച അനവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്തും ശത്രുഭയം നിമിത്തം ജനം ദൈവത്തോട് നിലവിളിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രിയ ദൈവവേദിലെ, നാളുകളായി നിന്നെ തകർക്കുവാൻ പതിയിരിക്കുന്ന ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും മറ്റു പലവിധമായ പ്രതികൂലത്തെ ഓർത്ത് ഭയപ്പെടുന്ന അനുഭവത്തിൽ കൂടെ ഈ പ്രഭാതം നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ഭക്തന്മാരെ പ്രതികൂലത്തിൽ നിന്നും വിടുവിച്ച ദൈവം നിന്നെയും ഈ പ്രഭാതം വിടുവിപ്പാൻ അവൻ ശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൽ നീ പ്രത്യാശ വെച്ചാൽ നിർഭയനായിരിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ പേടിക്കുകയില്ല. ആമേൻ. ഇവിടെ തൻ്റെ ഭക്തനെ ശത്രുഭയം സങ്കടത്തിൽ കൊണ്ടെത്തിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ, ശത്രുഭയത്തിൽ നിന്നും എൻ്റെ ജീവനെ പാലിക്കണമേ എന്ന് നിലവിളിച്ച ഭക്തൻ്റെ മറുപടി ദൈവം സ്തോത്രം നൽകുവാനിടയായി. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. താൻ പ്രാർത്ഥനയുടെ മറുപടി നൽകിയപ്പോൾ താൻ പാടുകയാണ്, നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയപരമാർത്ഥികൾ എല്ലാവരും ദൈവത്തിൽ പുകഴുവാനിടയാകും. അതേ, ഈ പ്രഭാതം ദൈവത്തിൽ പുകഴുവാൻ നമുക്കും ഇടയാകട്ടെ. ദൈവ സന്നിധിയിൽ നമ്മെ ഒന്ന് ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. ദൈവ പൈതലേ, ഏത് ഭയങ്ങളെയും ഏത് ഭാരങ്ങളെയും ഏത് രോഗങ്ങളെയും സ്തോത്രം വിടുവിപ്പാൻ ശക്തനായ ദൈവത്തെ ഈ പ്രഭാതം വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ വിശ്വസ്തയോടുകൂടെ നീ ആരാധിക്കുകയാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ശക്തനായ ദൈവം ഇന്ന് പ്രഭാതം നിന്നോടുകൂടെയുണ്ട്. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സങ്കീർത്തനക്കാരൻ പാടുന്നു,
ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രു ഭയത്തിൽ നിന്നും എൻ്റെ ജീവനെ പാലിക്കണം. നിരവധി ഭയങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേക കർത്താവേ, മക്കളെ ഓർത്ത് ഭയപ്പെടുന്നവർ, ഭാരപ്പെടുന്നവർ, സാമ്പത്തിക ഞെരുക്കങ്ങളെ ഓർത്ത് ആമേൻ ഭയപ്പെടുന്നവർ, ഭാരപ്പെടുന്നവർ, നാളത്തെ ദിനങ്ങളെ ഓർത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഭയപ്പെടുന്നവർ, ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. രോഗങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ അങ്ങയുടെ കുഞ്ഞുങ്ങൾ, അങ്ങയുടെ ദാസിമാർ കടന്നു പോകുന്നുവോ ആമേ സകല വിഷയങ്ങൾക്ക് മറുപടി നൽകി ആദരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാ നിറയ്ക്കും, മഹത്വം എടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഇന്ന് പ്രഭാതം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.